വലിയവനായ ദൈവമേ, അങ്ങേക്ക് മഹത്വം. പ്രിയ വായനാ സുഹൃത്ത്, പുതിയ വായനാ ദിവസത്തിലേക്ക് അങ്ങേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 11 ഒന്നാമത്തെ വായനാ ഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം. ഇവിടെ ഹോശേയ എന്ന ഇസ്രായേൽ രാജാവിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് വായിക്കുന്നത്. ഏലായുടെ മകനാണ് ഹോശേയ. 9 വർഷമാണ് ഹോശേയ ഇസ്രായേൽ രാജാവായിട്ട് ഉണ്ടായിരുന്നത്. ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. തനിക്ക് മുമ്പുള്ള ഇസ്രായേൽ രാജാക്കന്മാരെ പോലെ അല്ലതാനും. അവൻ്റെ നേരെ അശൂർ രാജാവായ ശൽമനേസർ പുറപ്പെട്ടു വന്നു. ഹോശേയ അവനെ ആശ്രിതനായി തീർന്ന് കപ്പം കൊടുത്തു വന്നു. എന്നാൽ ഹോശേയ മിസ്രയീം രാജാവായ സോവിൻ്റെ അടുക്ക് ദൂതന്മാരെ അയക്കുകയും അശൂർ രാജാവിന് ആണ്ടുതോറുമുള്ള കപ്പം കൊടുത്തയക്കാതിരിക്കുകയും ചെയ്ത നിമിത്തം അശൂർ രാജാവ് അവനിൽ ദ്രോഹം കണ്ടിട്ട് അവനെ പിടിച്ച് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി. അശൂർ രാജാവ് രാജ്യത്ത് എല്ലായിടവും കൂടി കടന്ന് ശമരിയിലേക്ക് വന്ന് അതിനെ 3 വർഷം നിരോധിച്ചു. ഈ ശമരിയെ അശൂർ രാജാവ് ബന്ധിച്ചു, പിടിച്ചടക്കി. എന്നിട്ട് അവരെ എല്ലാവരെയും അശൂറിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അവരുടെ സ്ഥലങ്ങളിലൊക്കെയും പാർപ്പിച്ചു. അതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം ഇങ്ങനെ കൊണ്ടുപോയി എന്ന് എഴുതിയതിന് ശേഷം ഈ ഇസ്രായേൽ ജനത്തിൻ്റെ അവരുടെ പാപപ്രവർത്തികൾ, അവരുടെ ചിന്തകൾ, ദൈവത്തെ വിട്ടുനിറന്ന കാര്യങ്ങൾ ഏറ്റവും വിശദമായി തന്നെ ഈ പുസ്തകത്തിൽ ഒരുപാട് വാക്യങ്ങൾ തന്നെ എഴുതിയിരിക്കുന്നു. അവർ പാപം ചെയ്ത് അന്യദൈവങ്ങളെ ഭജിക്കുകയും ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് ജാതികളുടെ ചട്ടങ്ങളെയും അവയെ നടപ്പാക്കി ഇസ്രായേൽ രാജാക്കന്മാരുടെ ചട്ടങ്ങളെയും അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി കൊള്ളരുതാത്ത കാര്യങ്ങളെ രഹസ്യമായി ചെയ്തു എന്നാണ്. അവിടെ ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചവൃക്ഷത്തിന് കീഴിലൊക്കെയും വിഗ്രഹസ്തംഭങ്ങളും അശേര പ്രതിഷ്ഠകളും ഉണ്ടാക്കി സകല പൂജാഗിരികളിലും ധൂപം കാട്ടി ദൈവത്തെ കോപിപ്പിച്ചു. എന്നാൽ ദൈവം പ്രവാചകന്മാരെയും ദർശകന്മാരെയും ഒക്കെ അയച്ച് ഇസ്രായേലിനോടും യഹൂദയോടും, നിങ്ങൾ ദുർമാർഗ്ഗങ്ങളെ വിട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചതും എൻ്റെ ദാസന്മാരായ പ്രവാചകൻ മുഖാന്തരം നിങ്ങൾക്ക് അയച്ചു തന്നതുമായ ന്യായപ്രമാണത്തിനൊത്തവണ്ണമൊക്കെയും എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചു നടക്കിനെന്ന് അവരെ കൊണ്ടൊക്കെ പറയിച്ചു. എങ്കിലും അവർ കേട്ടില്ല. അവർ ദൈവത്തിൽ വിശ്വസിക്കാതിരുന്ന തങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിന്നെ ദുശാഠ്യം കാണിച്ചു. അവർ വ്യാജത്തെ പിന്തുടർന്നു, വ്യർത്ഥന്മാരായി തീർന്നു. ആചരിക്കരുതെന്ന് യഹോവ കൽപ്പിച്ചിരുന്ന ചുറ്റുമുള്ള ജാതികളെ തന്നെ അവർ പിന്തുടർന്നു. അവരുടെ ആരാധനകളും അവരുടെ ആചാരങ്ങളും ഒക്കെ അനുസരിച്ച് നടന്നു. ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ചു, ബാലിനെ സേവിച്ചു, മക്കളെ അഗ്നിപ്രവേശനം ചെയ്യിച്ചു, ആഭിചാരം പ്രയോഗിച്ചു, പ്രശ്നവും അഭിചാരവും പ്രയോഗിച്ചു. അത് നിമിത്തം യഹോവ ഇസ്രായേലിനോട് ഏറ്റവും കോപിച്ച് അവരെ തൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇതാണ് ഇത്രയും വിശദമായി ഇതിനകത്ത് എഴുതുന്നതിനൊരു കാരണമുണ്ട്. ഇതിന് ശേഷം നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേലിൽ ഒരു രാജാവിനെ നമ്മൾ വായിക്കുന്നില്ല. ഇതിനു ശേഷം ഒരു രാജാവില്ല. ഹോശേയ വടക്കേ രാജ്യമായ ഇസ്രായേലിൻ്റെ അവസാനത്തെ രാജാവാണ്. അതുകൊണ്ട് തന്നെ ദൈവം അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, യഹൂദ ഗോത്രം മാത്രമല്ലാതെ ആരും ശേഷിച്ചില്ല. യഹൂദായും തങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ പ്രമാണിക്കാതെ ഇസ്രായേൽ ഉണ്ടാക്കിയ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു. ഇപ്പം ഇസ്രായേൽ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ യഹൂദ രാജാക്കന്മാരെ കുറിച്ച് മാത്രമേ വായിക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ മുതൽ ഹോശേയയ്ക്ക് ശേഷം ഇസ്രായേലിൽ ഒരു രാജാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നില്ല. ഇനി അടുത്ത് യഹൂദയിലെ ഹിസ്കിയ രാജാവ്, തുടർന്നുള്ള രാജാക്കന്മാർ, ഹോശേയ രാജാവ്, അത് കഴിഞ്ഞ് അവസാനം സിദക്കിയ രാജാവ് ആകുമ്പോഴത്തേക്ക് അവിടുത്തെ രാജ്യത്വം അവസാനിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വടക്കേ രാജ്യമായ ഇസ്രായേലിൽ രാജ്യത്വം അവസാനിച്ച് ഏകദേശം 100 വർഷങ്ങൾ കഴിയുമ്പോൾ യഹൂദയിലെ രാജ്യത്വം അവസാനിക്കുന്നുണ്ട്. നമ്മളിന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന എഹെസ്കേൽ പ്രവചനത്തിൽ തന്നെ, എഹെസ്കേൽ പ്രവചനം ഈ പ്രവാസകാലത്ത് എഴുതപ്പെട്ട എഹെസ്കേൽ പ്രവചനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ മകുടം നീക്കി കിരീടമെടുത്ത് കളയും, അതവിടെ ഉണ്ടാകുകയില്ല. ഞാൻ മകുടം നീക്കി അപ്പോൾ രാജ്യത്വവും പൗരോഹിത്യവും ദൈവം നീക്കിക്കളയുമെന്നും അതവിടെ ഉണ്ടാകുകയില്ലെന്നും, അവകാശമുള്ളവൻ വരുമ്പോൾ രാജ്യത്വവും അതുപോലെ തന്നെ പൗരോഹിത്യവും ഒരുവന് തന്നെയാണ് ലഭിക്കുന്നതെന്നും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അത് എഹെസ്കേൽ പ്രവചനമാണ്. അപ്പോൾ ഇന്ന് രാജാവ് വേറെ, പുരോഹിതൻ വേറെയാണെങ്കിൽ അവിടെ രാജ്യത്വവും പൗരോഹിത്യവും നീക്കിക്കളഞ്ഞിട്ട് അത്
രണ്ടും അവകാശമുള്ളവന് കൊടുക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ അതിനുശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് നടന്ന സംഭവം, യേശുക്രിസ്തുവിന് ജനനം, യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നമുക്കറിയാവുന്നതാണ്. ഇന്ന് അപ്പോൾ ആദ്യം നീക്കിയത് രാജ്യത്വമാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് പൗരോഹിത്യമുണ്ട്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്നതിന് ശേഷം ആണ് പൗരോഹിത്യം നീക്കുന്നത്. ആദ്യം രാജ്യത്വമാണ് നീക്കുന്നത്, പിന്നീടാണ് പൗരോഹിത്യം നീക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം യേശുക്രിസ്തു ആ അവകാശമുള്ളവൻ എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന് പൗരോഹിത്യം ലഭിച്ചു. എന്നാൽ ആദ്യം അവസാനിച്ച രാജ്യത്വം ഇതുവരെ യേശുക്രിസ്തുവിന് ലഭിച്ചിട്ടില്ല. അത് രണ്ടും യേശുക്രിസ്തുവിനാണുള്ളത്. പൗരോഹിത്യത്തിലാണ് ഇന്ന് യേശുക്രിസ്തു, ഏക മഹാപുരോഹിതനായ യേശുക്രിസ്തു ഇരിക്കുന്നു. എന്നാൽ രാജ്യത്വം ഇനി യേശുക്രിസ്തു പ്രാപിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അത് യേശുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിലാണ് യേശുക്രിസ്തു ആ രാജ്യത്വം പ്രാപിക്കാനിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മളിവിടെ കാണുന്നത് ഈ ഹോശേയ എന്ന രാജാവ് ഇസ്രായേലിൻ്റെ അവസാനത്തെ രാജാവായി അവരെ ഇസ്രായേലിൽ നിന്ന് നീക്കിക്കളയുന്നതും, തുടർന്ന് യഹൂദയെ സംബന്ധിച്ചും അവരും ഈ പറഞ്ഞ പോലുള്ള രീതിയിൽ അവരും ജീവിച്ചു എന്നുള്ളതും തന്നെ തുടർന്ന് അങ്ങോട്ട് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മറ്റ് ഈ പ്രവാസങ്ങളിലേക്ക് പോകുമ്പോൾ സംഭവിക്കാത്തൊരു കാര്യം ഇവിടെ ഇസ്രായേലിൽ സംഭവിക്കുന്നത്, അവർ അതിൻ്റെ 24-ാം വാക്യത്തിൽ അശൂർ രാജാവ് ബാബേൽ, കുദ്സ, ഔവ, ഹമാത്ത്, സെഫർവയും എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രായേൽ മക്കൾക്ക് പകരം ശമരിയ പട്ടണങ്ങളിൽ പാർപ്പിച്ചു എന്നാണ്. അപ്പോൾ ഇത് മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ്. അവർ ബദ്ധരാക്കി പിടിച്ചുകൊണ്ടുപോകും, അവരവരുടെ വാസസ്ഥലത്ത് അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് ഈ ഇസ്രായേൽ മക്കൾ ജീവിക്കും. എന്നാൽ ഈ ഇസ്രായേൽ പ്രദേശത്ത് മറ്റുള്ളവരെ കൊണ്ട് പാർപ്പിക്കുക, അവരൊന്നും പാർപ്പിക്കുന്നില്ല. ഇവിടെ പക്ഷെ അങ്ങനെ വ്യത്യസ്തമായ കാര്യം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശമരിയയിൽ നഫ്താലി ദേശം ഒക്കെയും ഇരുട്ട് നിറഞ്ഞതായിട്ടും അവർ അന്യജാതിക്കാരെ കൊണ്ട് നിറഞ്ഞതായിട്ടും ജാതികളുടെ ഗലീല എന്നൊക്കെ നമ്മൾ വായിക്കുന്നതിൻ്റെ അവസ്ഥയിലേക്ക് വരുന്നതിന് കാരണം, ഇവിടെ അന്യ ജാതിക്കാരായ ആൾക്കാരെ ഇവിടെ കൊണ്ട് പാർപ്പിച്ച് ഇവിടുത്തെ ജനം മിശ്ര ജനമായി തമ്മിൽ ഇസ്രായേലിനാരെന്ന് അറിയാതെ വിധം അവർ കലർന്നു പോയി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ഒക്കെ എടുക്കുകയും അവരുടെ ആ ഒറിജിൻ ആയിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറഞ്ഞ ആ ഒരു ഒറിജിൻ അതവർക്ക് നഷ്ടപ്പെട്ടു പോവുകയും അവർ ജാതികളായി ആയിപ്പോയി തീരുക. അപ്പം ജാതികളുടെ ഗലീല എന്ന് പറയുന്നത്. അപ്പോൾ അതോടെയാണ് നഫ്താലി ദേശവും ജാതികളുടെ ഗലീലയും ഒരു വെളിച്ചം കണ്ടു എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. ഈ നഷ്ടപ്പെട്ടു പോയിടത്തുനിന്നാണ് യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടി അവർക്ക് വെളിച്ചം ലഭിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളൊക്കെ നമുക്ക് വായിച്ച് നമുക്കറിയാം. അത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഹോശേയ, അവർ ഹോശേയയുടെ കാലത്ത് അവരെ കൊണ്ട് അവിടെ പാർപ്പിക്കുകയും അങ്ങനെ അവർ മിശ്രജാതിയായി തീരുകയും അവർ യഹൂദയ്ക്ക് കൂടുതൽ വെറുപ്പുള്ളവരായി തീരുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് യേശുക്രിസ്തു വന്നിട്ട് ഒരു വെള്ളം ചോദിക്കുന്ന ഒരു സ്ത്രീയോട് വെള്ളം ചോദിക്കുന്ന സംഭവമൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത്. അപ്പം അങ്ങനെയാണ് ഇവിടെ ഈ അധ്യായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, അവസാനത്തെ രാജാവ്, ഇസ്രായേലിലെ അവസാനത്തെ രാജാവ്. 2, ഇവിടെ അന്യജാതിക്കാരെ കൊണ്ട് പാർപ്പിച്ച് അവർ മിശ്രജാതിയായിത്തീരുന്ന ഒരു സംഗതി. രണ്ടാമത്തെ വായനാഭാഗം യെഹെസ്കേൽ പ്രവചനം 7-ാം അധ്യായം. ഇവിടെയും നേരത്തെ ദൈവം പറയാൻ പറയുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് യെഹെസ്കേൽ പ്രവാചകൻ ലഭിക്കുന്നത് തന്നെയാണ് ഇവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവസാനം ദേശത്തിൻ്റെ 4 ഭാഗത്തും അവസാനം വന്നിരിക്കുന്നു. ഇപ്പോൾ നിനക്ക് അവസാനം വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ കോപം നിൻ്റെ മേൽ അയച്ച് നിൻ്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ച് നിൻ്റെ സകല മ്ലേച്ഛതകളും നിന്നോട് പകരം ചെയ്യും. എൻ്റെ കണ്ണ് നിന്നെ ആദരിക്കാതെയും ഞാൻ കരുണ കാണിക്കാതെയും നിൻ്റെ നടപ്പിന് തക്കവണ്ണം നിന്നോട് പകരം ചെയ്യും. ഇത് ദൈവജനത്തോട് ഇന്ന് പ്രവാസത്തിലായിരിക്കുന്ന ജനത്തോട് ഒക്കെ, ആ ഇസ്രായേൽ ജനത്തോട് മൊത്തമായി ഒക്കെയും പറയുന്ന കാര്യങ്ങളാണ്. അവസാനം വന്നിരിക്കുന്നതാണ്. ഒരനർത്ഥം ഇതാ വരുന്നു എന്നൊക്കെ അവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ താഴോട്ട് വിശദമായി അത്തരം കാര്യങ്ങളൊക്കെ, യുദ്ധത്തിൻ്റെ കോലാഹലത്തെ സംബന്ധിച്ചും അവർക്ക് മഹാമാരിക്കിടയായി വരുന്നതിനെ സംബന്ധിച്ചും അവർക്ക് വരുന്ന കഷ്ടതകളെ സംബന്ധിച്ചും ഒക്കെ പറയുന്നത്. അവർക്ക് വളരെ വിലപിടിപ്പിച്ചായിരുന്ന, അല്ലെങ്കിൽ അവർ ധരിക്കാൻ ആഗ്രഹിച്ചിരുന്ന വെള്ളിയും പൊന്നും ഒക്കെ തന്നെ അവർക്ക് താല്പര്യമില്ലാതെ അവരതിനെ മലം പോലെ എറിഞ്ഞു കളയും. അവർ ജീവിതത്തിൽ നിരാശ സംഭവിക്കും. അവർ സമാധാനം ഇല്ലാതായിപ്പോൾ അവർ സമാധാനം അന്വേഷിക്കും, പക്ഷേ ലഭിക്കത്തില്ല.
അവർ പ്രവാചകന്മാരോടൊക്കെ ചെന്ന്, പുരോഹിതന്മാരോടൊക്കെ ചെന്ന് ദൈവത്തിൻ്റെ ദർശനം ചോദിക്കും. ഒരു അരുളപ്പാടും ദൈവത്തിൻ്റെ അരുളപ്പാട് അവരിലൂടെ ദൈവം അവർക്ക് കൊടുക്കുകയില്ല. അതൊക്കെയാണ് നമുക്കിവിടെ വായിക്കുന്നത്. അങ്ങനെ ആണ് അതിൽ അവസാനം പറഞ്ഞിരിക്കുക, രാജാവ് ദുഃഖിക്കും, പ്രഭു സ്തംഭനം ധരിക്കും, ദേശത്തെ ജനത്തിൻ്റെ കൈകൾ വിറയ്ക്കും, ഞാൻ അവരുടെ നടപ്പിന് തക്കവണ്ണം അവരോട് പകരം ചെയ്യും. അപ്പോൾ ഇത് ദൈവം ഈ ദൈവജനത്തിൻ്റെ കുറ്റങ്ങൾക്ക്, നമ്മളിപ്പോൾ ഹോശേയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഹോശേയ രാജാവിൻ്റെ കാലത്തെ സംബന്ധിച്ച് നമ്മളിപ്പം രാജാക്കന്മാർ പുസ്തകത്തിൽ തൊട്ട് മുമ്പ് നമ്മൾ വായിച്ച് വളരെ വിശദമായി കണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യം. എന്തുകൊണ്ടാണ് അവർക്ക് ഇത് ഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വിശദമായി, അത്രയും വിശദമായി എനിക്ക് വേറൊരു അധ്യായത്തിലൊന്നും കാണാനില്ല. അപ്പോൾ ഇസ്രായേലിൻ്റെ അവസാനത്തെ രാജാവിനെ അവസാനത്തെ രാജാവായിട്ട് തന്നെ ഹോശേയ ആയിത്തീരും എന്ന്, അത് എന്തുകൊണ്ടാണെന്ന് ദൈവം വളരെ കൃത്യമായി വളരെ വിശദമായി തന്നെ പറയാം. അതുപോലെ തന്നെ ഇവിടെയും ഈ എഹെസ്കേൽ പ്രവചനത്തിലും നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് അവർ വന്നതെന്ന് മാത്രമല്ല, എന്തൊക്കെയാണ് അവർക്ക് സംഭവിക്കുന്നതെന്നും വിശദമായി തന്നെ എഴുതിയിരിക്കുകയാണ്. അതിൻ്റെ അവസാനം, ഞാൻ അവരുടെ നടപ്പിന് തക്കവണ്ണം അവരോട് പകരം ചെയ്യും, അവർക്ക് ന്യായമായതുപോലെ അവരെ വിധിക്കും. അപ്പോൾ മറ്റാരുമല്ല, ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്തത്, നിങ്ങൾക്ക് ശിക്ഷ അയച്ചത്, നിങ്ങൾക്ക് കഷ്ടം വരുത്തിയത് നിങ്ങൾ അറിയും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഞാനാണ് കഷ്ടം വരുത്തിയതെന്നും ആരാണ് ദൈവമെന്നും നിങ്ങൾ അറിയും എന്നാണ് ദൈവം അവിടെ എഹെസ്കേൽ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്നത്. ആ വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. മൂന്നാമത്തെ വായനാഭാഗത്തിൽ നിന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം. നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ കണ്ടത് അഗസ്റ്റസ് കൈസറായിരിക്കുന്ന കാലഘട്ടത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ ജനനവും സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ വായിക്കുന്ന 3-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കാണുന്നത് സീസറാണത്. കൈസറുടെ കാലത്താണ് നമ്മളത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെ എഴുതിയിട്ടുണ്ട്, ഈ ഇസ്രായേൽ ദേശം 4 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് യഹൂദ്യ, ഒന്ന് ഗലീല, മറ്റൊന്ന് ഇത്തൂര്യ ട്രിഖോനിധി, 4-മത്തത് അബിലേന. അപ്പം ഇങ്ങനെ 4 പ്രദേശങ്ങളിലായിട്ട് യഹൂദിയയിൽ ഹെരോദാവ്, അതുപോലെ പീലാത്തോസ് യഹൂദിയയിൽ, ഹെരോദാവ് ഗലീലയിൽ, പിന്നെ ഫിലിപ്പോസും ലൂസന്യാസും മറ്റുള്ള 2 പ്രദേശങ്ങളിലും. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അതാണ് അതിന് ശരി. അത് കഴിഞ്ഞിട്ട് തിബസ്യാർ കൈസറുടെ കാലം, ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഈ യോഹന്നാൻ്റെ ശുശ്രൂഷ സമയങ്ങളിലാണെങ്കിൽ അത് കഴിഞ്ഞ് വരുന്നത് ക്ലൗദോസ് എന്ന് പറയുന്ന സീസറാണ്. അപ്പോൾ പൗലോസിൻ്റെ മിഷണറി യാത്രയിൽ നമ്മൾ ഈ ക്ലൗദോസിനെയും കാണാം. അപ്പോസ്തല പ്രവൃത്തികൾ 11-ലും 18-ലും ഒക്കെ ക്ലൗദിയോസ് സീസറിനെ കുറിച്ച് കാണാം. അതാണ് ആ പൗലോസ് അപ്പോസ്തലൻ്റെ അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ കാലത്ത് നമ്മൾ കാണുന്ന സീസർ. അത് കഴിഞ്ഞിട്ട് ഒരു സീസറെ കാണുന്നത് നീറോ. ഈ നീറോയുടെ കാലത്താണ് റോം അഗ്നിക്കിരയാകുന്നത്, അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ വധിക്കപ്പെടുന്നത്, അതുപോലെ ആയിരക്കണക്കിന് ഈ യഹൂദന്മാർ കൊല ചെയ്യപ്പെടുന്നതൊക്കെയും ഇത് നീറോയുടെ കാലം. അപ്പം നീറോയ്ക്ക് ശേഷം പിന്നെ നമുക്കിവിടെ വേറെ കൈസർമാരെയൊന്നും നമുക്ക് ബൈബിളിൽ കാണാനില്ല, നമുക്ക് അതിനെക്കുറിച്ച് അറിയാനില്ല. ഇവിടെ ഈ 3-ാം അധ്യായത്തിൽ കാണുന്നത്, ആ കാലഘട്ടത്തിൽ യോഹന്നാൻ മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാൻ ഏരിയകളുടെ നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനുള്ള മാനസാന്തരം പ്രസംഗിച്ചു. അപ്പോൾ അവിടെ യെശയ്യാ പ്രവാചകൻ 40-ാം അധ്യായത്തിലുള്ള കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ 40:3 എന്ന് വേണം പറയാം. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്, കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ, എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും, സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ സ്നാനമേൽപ്പാൻ അദ്ദേഹത്തിൻ്റെ അടുക്ക് ഒരുപാട് പേര് വന്നു. അപ്പോൾ അവരോടൊക്കെ അതിൽ ആളുകളെ കണ്ടാൽ അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടായിരിക്കണം, അദ്ദേഹം സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാർ, മാനസാനന്തരത്തിന് യോഗ്യമായ ഫലം കയ്പിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
അപ്പം അങ്ങനെ അവരെ ശാസിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ എളുപ്പ വഴിയിൽ സ്നാനപ്പെട്ട് അങ്ങ് ചേരാം എന്നുള്ള ഒരു വഴി, അങ്ങനെ ഒരു ആശയം. സ്നാനപ്പെട്ടാൽ നമ്മുടെ പാവങ്ങളൊക്കെ ക്ഷമിക്കും എന്ന് പറയുന്ന വെറും പ്രകടനാത്മകമായ ഒരു ചടങ്ങ് മാത്രമായ ഒരു ചിന്തയിൽ നിന്ന് അവർ യോഹന്നാൻ സ്നാപകൻ പറയുന്നത് മാനസാന്തരം, യഥാർത്ഥ മാനസാന്തരത്തോടെയുള്ള സ്നാനം കഴിപ്പിൻ, അങ്ങനെ ഒരു ഫലം കായ്ക്കുക. അല്ലാതെ നിങ്ങൾ വെറും പ്രകടനം കൊണ്ട് ചെയ്യരുത്, ആരെയും പറ്റിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതാണ്. അവിടെ പറയുന്നുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം. അവിടെ പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴാണ് സ്നാപകൻ പറയുന്നത് 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ. ചുങ്കക്കാരനും സ്നാനം ഏൽപ്പാൻ അവിടെ വന്നു. ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. ചുങ്കപ്പൻ ടാക്സ് കളക്ടേഴ്സാണ്. നിങ്ങൾ അവരോട് പറഞ്ഞത്, നിങ്ങളോട് പറഞ്ഞതിലൊന്നും കൽപ്പിച്ചതിലൊന്നും അധികം പിരിക്കരുത്. പടജനം ചോദിച്ചു ഞങ്ങളോട് എന്ത് ചെയ്യണമെന്ന്. പടജനം അതായത് സോൾജേഴ്സ്, ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വയ്പ്പിൻ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് അവിടെ നിലനിന്നിരുന്ന ചില അനാചാരങ്ങളുണ്ടായിരുന്നു. അവർ അവരുടെ അധികാരം വെച്ചിട്ട് ജനത്തെ വഞ്ചിച്ചെടുക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നൊരു കാലം ഈ യേശുക്രിസ്തുവിൻ്റെയും യോഹന്നാൻ സ്നാപകൻ്റെ കാലത്തുണ്ടായിരുന്നതും മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. അത് കഴിഞ്ഞ് താഴെ വീണ്ടും അടുത്ത പാരഗ്രാഫിൽ യോഹന്നാൻ ജനത്തോട് പറഞ്ഞു, ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നിലും ബലവാനായ ഒരുവൻ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഓരോ യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് കർത്താവിൻ്റെ വഴി ഒരുക്കുവാൻ വന്നവനാണ് എന്നുള്ള പ്രവചനം നമുക്കറിയാമല്ലോ. അപ്പോൾ ആ കർത്താവിൻ്റെ വഴിയൊരുക്കുന്ന ജോലിയാണ് യോഹന്നാൻ സ്നാപകൻ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, എന്നിലും ബലവാനായവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാനിപ്പോൾ വെള്ളം കൊണ്ടല്ലേ സ്നാനം കഴിപ്പിക്കുന്നത്, അവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവന് വീശുമുറം കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട്. അപ്പോൾ ഈ ഗോതമ്പെന്ന് പറയുന്നത് നല്ല വിശ്വാസികളായ ദൈവത്തെ അനുസരിക്കുന്ന മക്കളായും, പതിര് എന്ന് പറയുന്നത് അത് 2 മനുഷ്യരെക്കുറിച്ച് തന്നെ. ഗോതമ്പും പതിരും 2 മനുഷ്യരാണ്. പതിര് കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും, അതായത് കൊള്ളരുതാത്ത മനുഷ്യരെ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും എന്ന് പറഞ്ഞാൽ ഇല്ലാതായിക്കളയും. അപ്പോൾ അവരെ തീയിട്ട് ചുട്ടുകളയുന്ന അർത്ഥത്തില്ല, പതിരായതുകൊണ്ട് പതിര് കെടാത്ത തീയിലാണല്ലോ ചുട്ടുകളയുക. അപ്പോൾ അയോഗ്യമല്ലാത്ത മനുഷ്യരെ അവരെ മരണത്തിലേക്ക് പറഞ്ഞു വരും. അപ്പോൾ ഇങ്ങനെ അതങ്ങോട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഹെരോദാവും ഹെരോദ്യയും ഒക്കെ നിമിത്തമുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട്. ഹെരോദ്യയെ വിവാഹം കഴിച്ചതിനുമായി ബന്ധപ്പെട്ട് ഒരു ഇത് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ കുറച്ച് പുറകോട്ട് വായിക്കാം. അവനെ തടവിലാക്കി, അങ്ങനെ ഒരു ആരോപണം വന്നുകൊണ്ട് തടവിലാക്കി. അപ്പോൾ ജനം അത് അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് 21-ാമത്തെ വാക്യത്തിൽ യേശുവും സ്നാനമേൽക്കാൻ വന്നു. യേശു സ്നാനമേൽക്കാൻ വന്നതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം ആദ്യം യോഹന്നാൻ സ്നാപകൻ തടുക്കുന്നുണ്ട്. നിൻ്റെ കയ്യാലാണ് ഞാൻ സ്നാനമേൽക്കേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ യേശുക്രിസ്തു പറയും, ഇപ്പോൾ ഇങ്ങനെ നടക്കട്ടെ, ഇങ്ങനെ സമ്മതിക്ക്, ഇതെല്ലാം നിവൃത്തിയാകുവാൻ ഇത് ഇടവരും, അതുകൊണ്ട് നീ സമ്മതിക്കാൻ പറയും. അങ്ങനെയാണ് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ സ്നാനപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് യേശുക്രിസ്തു സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവുന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. അപ്പോൾ ഇവിടെ പറയുന്ന ഈ ഒരു കാര്യം, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള കാര്യത്തിന് ഇനിയും ഈ പുതിയ നിയമത്തിൽ തന്നെ ഒരു 3 റെഫറൻസോടെ നമുക്ക് ലഭിക്കും. അതായത് ഒന്ന്, ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ ശബ്ദം ഒരിക്കൽ കൂടെ കേൾക്കും. പിന്നെ ഒന്ന്, ഷണ്ടനും ഫിലിപ്പോസും കൂടെ പോകുന്ന സമയത്ത് അപ്പോസ്തലപ്രവൃത്തിയുടെ 8-ാം അധ്യായത്തിൽ ഷണ്ടൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റുണ്ട്. ഞാൻ ഇതാ വെള്ളം, ഞാൻ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നു പറയും, നീ വിശ്വസിക്കുന്നെങ്കിൽ ഞാനാകാം എന്ന് ഫിലിപ്പോസ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യൻ പറയുന്നുണ്ട്. അപ്പോൾ ഷണ്ടൻ പറയുന്നുണ്ട്, ഞാൻ യേശു ദൈവത്തിൻ്റെ പുത്രനാണ് ഞാൻ വിശ്വസിക്കുന്നു
അതിനുശേഷം അവർ രണ്ടുപേരും സ്നാനപ്പെടുന്നു. അപ്പം ആ വിശ്വാസം എന്ന് പറയുന്നത് യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന വിശ്വാസം യേശുവിൻ്റെ ശിഷ്യനായ ഫിലിപ്പോസിനോട് പറയുന്നത് കൊണ്ടാണ് അവർ സ്നാനപ്പെടുന്നത്. പിന്നൊരു ഇതുള്ളത്, യേശുക്രിസ്തുവും ശിഷ്യന്മാരുമായിട്ടിരിക്കുമ്പം അവരോട് ചോദിക്കും, ഞാൻ ആരെന്നാണ് ജനം പറയുന്നത്? അപ്പോൾ അവർ ചില കാര്യങ്ങൾ പറയും. നിങ്ങൾ എന്നെ ആരെന്നാണ് പറയുന്നതെന്ന് ശിഷ്യന്മാരോട് ചോദിക്കും. അപ്പം പത്രോസ് പറയും, നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ ഇങ്ങനെ നാലിടത്ത് യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയുന്ന പല ഭാഗങ്ങളിൽ, ഇപ്പോൾ ഇവിടെയും ഇപ്പോൾ വ്യത്യസ്ത ആളുകളിലൂടെയാണല്ലോ, വ്യത്യസ്ത ആളുകളുടെ ഇടയിലാണ്. അതുപോലെ ദൈവത്തിൻ്റെ രണ്ട് അറിയിപ്പുകളും യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ളതിനെപ്പറ്റി നമുക്കുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത്, ഇത് ലോകത്ത് ചിലപ്പോൾ പലയിടത്തുമുള്ള അറിയുന്ന വിശ്വാസങ്ങളെ സംബന്ധിച്ച് തെറ്റുകൾ കാണും. ഇതായിരിക്കില്ല പറയുന്നത്, യേശു ദൈവത്തിൻ്റെ പുത്രനായിരിക്കില്ല. പക്ഷേ പുസ്തകത്തിൽ എന്താണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. യേശുവും ഇവിടെ കോട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പുസ്തകങ്ങളിൽ. അതായത് 4 സുവിശേഷങ്ങൾ യേശു ക്രിസ്തു കോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം പഴയ നിയമത്തിലാണ്. ഇന്നലെ ഇനിയിപ്പോൾ നാളെ നമ്മൾ കാണും പരീക്ഷിക്കപ്പെടുന്ന സമയം. അവിടെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്, ദൈവത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പരീക്ഷിക്കുന്നത്. തിരിച്ച് യേശുക്രിസ്തു പഴയ പുസ്തകത്തിലെ വചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ പരീക്ഷയെ ജയിക്കുന്നത്. അത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ അതാണ്. അപ്പോൾ അതുകൊണ്ട് യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയുന്നത് അത് ബൈബിളിൻ്റെ അടിസ്ഥാന വിശ്വാസമാണ്. ഈ അടിസ്ഥാന വിശ്വാസം തെറ്റിയാൽ എല്ലാം തെറ്റും. അതുകൊണ്ടാണ് കേൾക്കുന്ന താങ്കളെ അത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, അറിയാമായിരിക്കാം എന്നാലും ഞാനത് പറയേണ്ട ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട്, ലോകം മുഴുവൻ ഈ വിശ്വാസത്തിലല്ല എന്നുള്ളത് കൊണ്ടാണ് അത് ഇപ്പോൾ പറയേണ്ടി വരുന്നത് എന്നതാണ്. തുടർന്ന് നമ്മൾ വായിക്കുന്ന, യേശുവിനെ താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ 30 വയസ്സായിരുന്നു. അപ്പോൾ 30 വയസ്സിലാണ് യേശുക്രിസ്തു തൻ്റെ സുവിശേഷ വേല ആരംഭിക്കുന്നത്. 12 വയസ്സിലെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഈ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ എവിടെയായിരുന്നു എന്നൊന്നും ബൈബിളിലില്ല. ചരിത്രകാരന്മാരും മറ്റാൾക്കാരും ഒക്കെ പലതും പറയുന്നുണ്ട് എങ്കിലും, എഴുതപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബൈബിളിൽ ഈ ഇത്രയും ദീർഘമായ കാലത്തെ കുറിച്ചുള്ള യേശുക്രിസ്തുവിൻ്റെ എവിടെ ആയിരുന്നെന്നോ യേശുക്രിസ്തു ചെയ്തൊരു പ്രവൃത്തിയോ യേശുക്രിസ്തു എവിടെയെങ്കിലും ഉണ്ടായിരുന്നതായിട്ടോ ഉള്ള അറിയിപ്പുകളൊന്നും ബൈബിളിൽ ഇല്ല. അപ്പോൾ ഇവിടെ നമ്മളിനി വായിക്കാൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു എക്സസൈസാണ്. ആ എക്സസൈസ് മറ്റൊന്നുമല്ല, അത് ഒരു നീളമുള്ളൊരു ബുക്ക് എടുക്കണം. ഇതിൽ പറയാൻ കാര്യം, ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു വംശാവലി അല്ലെങ്കിൽ ജീനിയോളജി ഉണ്ട്. നമ്മൾ മത്തായിയുടെ സുവിശേഷം വായിച്ചു, അതിൻ്റെ 1-ാം അധ്യായത്തിലും ഒരു ജീനിയോളജി ഉണ്ട്. ഈ 2 ജീനിയോളജിയും നന്നായി ഒന്ന് പരിശോധിച്ച് വന്നാൽ രസകരമായ ഒരു സംഗതിയിലേക്ക് നമ്മളത് എത്തും. അപ്പം സത്യം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആണ് ഞാൻ ഈ ഒരു എക്സസൈസ് പറയുന്നത്. എക്സസൈസ് ഒന്ന് ആദ്യം ചെയ്യേണ്ടത്, ലൂക്കോസിലെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന എക്സസൈസാണ് ആദ്യം ചെയ്യേണ്ടത്. അതെന്തെന്ന് പറഞ്ഞാൽ, അത് ആദ്യം എഴുതുക. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ യേശുക്രിസ്തു മുതൽ ദൈവം വരെയുള്ള വ്യക്തികളുടെ പേര് എഴുതിയിട്ടുണ്ട്. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ അബ്രഹാം മുതൽ യേശുക്രിസ്തു വരെയുള്ള പിതാക്കന്മാരുടെ അല്ലെങ്കിൽ ജീനിയോളജി, വംശാവലി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് ആദ്യം എഴുതാൻ പറഞ്ഞത്. അപ്പോൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഇത് രണ്ട് രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് യോസഫ് ഹേലിയുടെ മകൻ, ഹേലി മത്താത്തിൻ്റെ മകൻ, മത്താത്ത് ലേവി. മറ്റൊരു അങ്ങനല്ല, അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. ഇങ്ങനെയാണ് താഴോട്ട് തിരിച്ചാണ് വരുന്നത്. അതനുസരിച്ച് ഇവിടെ അങ്ങനല്ല, ഇവിടെ പുറകോട്ട് പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ ജീനിയോളജി. അതുകൊണ്ട് എഴുതേണ്ടത് ആദ്യം ദൈവം, അവസാനത്തിൽ നിന്ന് വരണം. അതായത് 38-ാമത്തെ വാക്യത്തിൽ നിന്ന് പുറകോട്ട് വരണം. ദൈവം എന്നെഴുതുക, ദൈവത്തിൻ്റെ താഴെ ആദാം എന്നെഴുതുക, ആദാമിൻ്റെ താഴെ ശേത്ത് എന്നെഴുതുക, ശേത്തിൻ്റെ താഴെ ഏനോശ് എഴുതുക, ഏനോശിൻ്റെ താഴെ കൈനാൻ എഴുതുക. ഇങ്ങനെ എഴുതി യേശുക്രിസ്തു വരെയുള്ളത് എഴുതുക. എന്നിട്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ അബ്രഹാം മുതലല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ എഴുതിയ ലൂക്കോസ് എന്നുള്ള മേളിൽ ടൈറ്റിൽ എഴുതിയിട്ടാണ് താഴെ ലൂക്കോസ് എഴുതാൻ, ഈ ജീനിയോളജി എഴുതാൻ. അടുത്തത് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ മത്തായി എന്നാണ്. മത്തായിയുടെ സൈറ്റിൽ എഴുതി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറേ സ്ഥാനം, അബ്രഹാമിൻ്റെ പിതാവിൻ്റെ സ്ഥലം വരെ ബ്ലാങ്കായിട്ട് കിടക്കും. അവിടെ അബ്രഹാം മുതലേ നമുക്ക് താഴോട്ട് എഴുതാൻ പറ്റുള്ളൂ. അബ്രഹാം മുതൽ താഴോട്ട് എഴുതി യേശുക്രിസ്തു വരെയുള്ള വംശാവലി നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ രണ്ടിടത്തും അബ്രഹാം ഉണ്ട്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇങ്ങനെ എഴുതി താഴോട്ട് വരിക. താങ്കൾക്ക് ഒരു പുതിയ, ചിലപ്പോൾ അറിയാവുന്നതായിരിക്കും, എന്നാൽ അറിയില്ല എങ്കിൽ ഒരു പുതിയ കാഴ്ച, ഒരു പുതിയ അറിവ് ലഭിക്കാനുള്ളൊരു വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇതിങ്ങനെ ചെയ്യുമ്പോഴാണ് അത് ഹൃദയത്തിൽ, അത് ആഴത്തിൽ ഒരിക്കലും മറക്കാതെ പഠിക്കാൻ കഴിയും എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞു തന്നാൽ അതങ്ങ് തീരും. പക്ഷേ എന്താണ് അതെന്നുള്ളത്
രണ്ടിടത്ത് 2 ജീനിയോളജി പറഞ്ഞിട്ടുണ്ട്. 2 ജീനിയോളജിയും ഇതിനു മുമ്പ് അത് ശ്രദ്ധയോടെ വായിക്കാതെയോ അല്ലെങ്കിൽ മനസ്സിലാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 2 ജീനിയോളജിയും എന്താണ്, 2 വംശാവലിയും എന്താണെന്ന് മനസ്സിലാക്കുവാനും അതൊന്ന് എഴുതുന്ന നന്നായിരിക്കും. എഴുതിയതിന് ശേഷം ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും രണ്ടായാലും ഇതിനോട് ചേർന്നുള്ള ടെലിഫോൺ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ നമുക്കതിൻ്റെ ബാക്കി കാര്യങ്ങളെ സംസാരിക്കാം എന്നുള്ളതാണ്. അതിന് ഉപേക്ഷ വിചാരിക്കരുത് ദയവായി. അപ്പോൾ ഈ 3 ഭാഗങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ഈ ഒരു ദിവസം നല്ലൊരു ദിവസമായിരിക്കുവാൻ നമുക്ക് ഏവർക്കും ദൈവം ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തോടും ഇത് കേൾക്കുന്ന സഹോദരങ്ങളോടും ഉള്ള നന്ദിയും ഇവിടെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ.